ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക് അന്തരിച്ചു. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിശദാംശം. ഷമ്മി, ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഒളിമ്പ്യൻ മാനുവൽ ഫ്രെഡറിക്കിന്റെ അന്ത്യം. ഇന്ന് രാവിലെയാണ് അദ്ദേഹം വിടവാങ്ങിയത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫ്രെഡറിക്. കായിക രംഗത്തെ സംഭാവനകൾക്ക് രാജ്യം 2019 ധ്യാൻചന്ദ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. 7 വർഷം ഇന്ത്യൻ ഹോക്കി ടീമിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഗോളിയായി മാനുവൽ ഫ്രെഡറിക് കളിച്ചിട്ടുണ്ട്. 16 ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ട്രൈബേക്കറിൽ ജയിപ്പിച്ച ഗോളി എന്ന ബഹുമതിയും അദ്ദേഹത്തിന് സ്വന്തമാണ്. കണ്ണൂരിലെ ബർണശ്ശേരി സ്വദേശിയാണ് മാനുവൽ ഫ്രെഡറിക്. സ്കൂൾ ഈ ഹോക്കി ഫുട്ബോൾ ടീമിൽ തുടങ്ങി പിന്നീട് ഹോക്കിയിലേക്ക് മാറുകയും അങ്ങനെ രാജ്യം അറിയപ്പെടുന്ന കളിക്കാരനായി മാറുകയുമായിരുന്നു. ഈ ഒരു കായിക രംഗത്ത്, ഹോക്കി രംഗത്ത് കേരളത്തിന്റെ ഒരു പ്രശസ്തി ഉയർത്തിയതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരു കായിക താരമാണ് വിടവാങ്ങിയത്. സജീഷ കൂടി ചേരുകയാണ്. സജീഷ, മാനുവൽ ഫെഡറിക്കിന്റെ കായിക രംഗത്തെ സംഭാവനകൾ എന്തൊക്കെയാണ്? ഷമ്മി, മാനുവൽ ഫെഡറിക് മലയാളി ആദ്യത്തെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. പ്രത്യേകിച്ച് ഹോക്കിയിലാണ്. ഹോക്കിയിൽ 1972 മ്യൂണിക് ഒളിമ്പിക്സിലായിരുന്നു ഇന്ത്യക്ക് വെങ്കലം നേടിയ ടീമിലെ അംഗമായിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഒരു ഗോൾ കീപ്പറായിരുന്നു അദ്ദേഹം. ഗോൾ കീപ്പിംഗിൽ തന്നെ അദ്ദേഹത്തെ ഗോൾ കീപ്പിംഗിലെ കടുവ എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. PR ശ്രീജേഷിന് മുമ്പ് ഇന്ത്യക്ക് ഹോക്കിയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്, ഹോക്കിയിലെ ഗോൾ കീപ്പർമാരിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തിരുന്ന ഗോളിയായിരുന്നു. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഗോളിയായിരുന്നു മാനുവൽ ഫെഡറിക്. അദ്ദേഹത്തിന് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിരുന്നു. ഏറെ വൈകിട്ടായിരുന്നു പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2019 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 3 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലും അദ്ദേഹത്തിന് മികവുകൾ പ്രകാരം ഗോൾ വല കാത്തിരുന്നു. അങ്ങനെ ഇന്ത്യൻ ടീമിൽ തന്നെ, കാരണം ഹോക്കിയുടെ പ്രതാപം മങ്ങി തുടങ്ങുന്ന കാലത്തായിരുന്നു അദ്ദേഹത്തിന് ഹോക്കിയിലെ ഇന്ത്യൻ ടീം വെങ്കലം നേടുന്നു. അതിന് കടുത്ത ഒരുപാട് ഇടവേളകൾ ഉണ്ടായിരുന്നു പിന്നീട് ഇന്ത്യക്ക് ഹോക്കിയില്. PR ശ്രീജേഷിനും തൊട്ട് മുമ്പ് തന്നെ ഹോക്കിയില് ഇന്ത്യയുടെ മലയാളികളുടെ ഒരു പ്രതാപകാലത്ത് അത്ലറ്റിക്സിലും എല്ലാമായിരുന്നു. ഒളിമ്പിക്സിൽ എപ്പോഴും ഇന്ത്യക്കൊരു മലയാളികൾക്കൊരു പ്രതാപം ഉണ്ടായിരുന്നു. പക്ഷെ മെഡലുകൾ ഹോക്കിയിലായിരുന്നു ലഭിച്ചിരുന്നത് എന്ന് തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നത്. കാരണം അന്ന് ഒരു മലയാളി ടീം അംഗം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിതനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. കണ്ണൂരിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിലും, കണ്ണൂരിലെ ബർണശ്ശേരിയിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിലും, അങ്ങനെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ രാജ്യാന്തര രംഗത്ത് തന്നെ ഹോക്കിയിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കാൻ മാനുവൽ ഫെഡറിക്കിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വലിയൊരു നേട്ടമായിട്ട് എടുക്കുന്നത്. ഗോൾ കീപ്പിംഗിലെ കടുവ എന്ന് തന്നെയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിതനായിട്ട് അദ്ദേഹം ഏറെക്കാലമായി ബാംഗ്ലൂരിലാണ് താമസം. ബാംഗ്ലൂരിൽ നിന്നാണ് ക്യാൻസർ ബാധിതനായിട്ട് അദ്ദേഹം മരിക്കുന്നത്. 1 മാസം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടായിരുന്നത്, ശീതൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ദുരന്തത്തിന്റെ ഒരു വേദനയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പെട്ടെന്ന് മാനുവൽ ഫെഡറിക്കിന്റെ മരണവാർത്തയും നമ്മളെ തേടിയെത്തുന്നത്. ഷമി.